പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ കണ്ടിട്ടുണ്ടാവും, മൈക്രോസോഫ്റ്റ് വേർഡ്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ധാരാളം ഡിഫറെന്റ് ഫോണ്ടുകൾ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ടെക്സ്റ്റിന് അനുയോജ്യമായ, നമ്മുടെ ഡോക്യുമെന്റിന് അനുയോജ്യമായ ഫോണ്ടുകൾ പലതും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് കമ്പ്യൂട്ടറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാൽ നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ, നമ്മുടെ ഫോണുകളിൽ എങ്ങനെയാണ് ഡിഫറെന്റ് ഫോണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, സ്റ്റൈലിഷ് ഫോണ്ടുകൾ എങ്ങനെയാണ് യൂസ് ചെയ്യുക? ഇപ്പൊ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നു. വാട്സപ്പിന് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫോണ്ട് ഉണ്ട്. ആ ഫോണ്ടിലാണ് നമ്മൾ മെസ്സേജിൽ അയക്കുന്നത്. അപ്പോൾ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള പല പല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഫോൺസുകൾ എങ്ങനെയാണ് നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം? അപ്പൊ അതിനുള്ള ഓപ്ഷൻസ് എന്താണ് അതിനുള്ള വഴി? അങ്ങനെ വേറെ എന്തെങ്കിലും സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്? ഏത് രീതിയിലാണ് അത് സാധ്യമാകുന്നത് എന്നെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പൊ നമുക്ക് ഈ ആപ്ലിക്കേഷൻ കൊണ്ട് വാട്സപ്പിൽ മാത്രമല്ല, നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ ഉപയോഗിക്കുന്ന ബാക്കിയുള്ള ആപ്ലിക്കേഷനുകളിൽ ഏതായാലും, മെസ്സേജിംഗ് ആപ്ലിക്കേഷൻ ആയാൽ പോലും നമുക്കതിൽ നമ്മുടെ ഡിഫറെന്റ് ആയിട്ടുള്ള ഫോണ്ടുകൾ ഉപയോഗിക്കാം. നമ്മൾ ഫേസ്ബുക്കിൽ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിലും നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഫോണ്ടിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക, ഏതാണ് ആപ്ലിക്കേഷൻ, അതിന്റെ രീതികൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് വീഡിയോയിൽ നോക്കാം. ഇതാണ് ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷൻ നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. ഫാൻസി സ്റ്റൈലിഷ് ഫോണ്ട് കീബോർഡ് എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ ഞാൻ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്യുകയാണ്. ഫസ്റ്റ് വരുന്നത് എനേബിൾ ഫാൻസി കീബോർഡ് എന്നുള്ളതാണ്. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫാൻസി ഫോണ്ട് കീബോർഡ് അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കാം. യൂസ് പ്രസ് ചെയ്യാം. യൂസ് ഫാൻസി കീബോർഡ് എന്നുള്ളത് യൂസ് പ്രസ് ചെയ്യാം. ഈ സെക്കൻഡ് ഉള്ളത് സ്വിച്ച് ടു ഫാൻസി കീബോർഡ്. ഫാൻസി കീബോർഡിലേക്ക് നമ്മൾ ഇപ്പോഴുള്ള കീബോർഡ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ രണ്ടാമത്തെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് വൺ ഇംഗ്ലീഷ് ആൻഡ് സ്റ്റൈലിഷ് ഫോണ്ട്. അത് ചെറുതായിട്ട് ഫാൻസി ഫോണ്ട് കീബോർഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് സെലക്ട് ചെയ്യാം. എന്നിട്ട് പെർമിഷൻസ് ഉണ്ട്. ആ പെർമിഷൻസ് ഒന്ന് അലോ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കീബോർഡിൻ്റെ സെറ്റിങ്സ് ആണ്. ഷോ കീ പ്രിവ്യൂ, നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിൻ്റെ കീൻ്റെ പ്രിവ്യൂ, ഓട്ടോ ക്യാപിറ്റലൈസേഷൻ, വലിയ അക്ഷരം, ഓട്ടോമാറ്റിക് വലിയ അക്ഷരം ആക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ലെറ്റേഴ്സ് എല്ലാം, ഷോ സജഷൻസ്, നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ചില വേർഡ്സ് സജസ്റ്റ് ചെയ്തിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ റീസൈസ്, അതിൻ്റെ വലിപ്പം ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കീബോർഡിൻ്റെ. പിന്നെ ബാക്ക്ഗ്രൗണ്ട്, കീബോർഡിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. പിന്നെ കീ വൈബ്രേറ്റ് ചെയ്യുന്ന സൗണ്ട്, നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ സൗണ്ട് കാര്യങ്ങളൊക്കെ വേണോ ഇല്ല വേണ്ടേ എന്നുള്ളത് എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ജസ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ ഫാൻസി കീബോർഡാണ്. അപ്പോൾ ഇതിൽ ഞാൻ ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ ഹലോ സുഖമാണോ എന്ന് ടൈപ്പ് ചെയ്തു. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ എഫ് എന്നുള്ളത് പ്രസ് ചെയ്താൽ പല പല ഇതിലേക്ക് നമ്മൾ ടൈപ്പിങ്ങിൻ്റെ ലെറ്റേഴ്സ് ചേഞ്ച് ആവും. അപ്പോൾ ഇപ്പം ഞാൻ ടൈപ്പ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നത് നോർമൽ ടെക്സ്റ്റാണ്. അപ്പോൾ ഹലോ സുഖമാണോ അങ്ങനെ ടൈപ്പ് ചെയ്തു. ഇനി രണ്ടാമത് ഞാൻ ഫോണ്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എഫിൽ പ്രസ് ചെയ്തു. അപ്പോൾ രണ്ടാമത് ഞാൻ സെലക്ട് ചെയ്യുന്നത് ഈ ഫോണ്ടാണ്. ഫോണ്ട് കണ്ടല്ലോ, സ്മോൾ ടെക്സ്റ്റ് V1 എന്നുള്ള ഫോണ്ടാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഞാൻ ടൈപ്പ് ചെയ്യാണ്, ഹലോ ഹൗ ആർ യു. കണ്ടല്ലോ നിങ്ങൾ. അപ്പോൾ വേണമെങ്കിൽ ഇതിൽ ധാരാളം ഫോൺസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫോൺസ് സെലക്ട് ചെയ്യുക. ഫോണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം ആ ഫോണ്ടിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. വേറെ ഫോണ്ടാണ് സെലക്ട് ചെയ്ത് ആ ഫോണ്ട് സെലക്ട് ചെയ്തു. അപ്പോൾ ബാക്കി എന്തെല്ലാം ഫീച്ചേഴ്സ് ഇതിലുണ്ടെന്ന് നോക്കാം. ഇമോജി ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം നമുക്ക്. ഇപ്പോൾ നമ്മുടെ ഫോണിലുള്ള പോലെ തന്നെ നോർമൽ ഇമോജി കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. പിന്നെ ഗിഫിൽ വാട്സപ്പിൽ വരുന്ന ഗിഫ് തന്നെ നമുക്ക് ഇവിടെയും ആക്സസ് ചെയ്യാം. പിന്നെ കളർ, അത് കീബോർഡിൻ്റെ കളറാണ്. കീബോർഡ് ഏത് കളറിൽ വേണമെന്നുള്ള കീബോർഡ് ലേഔട്ടിൻ്റെ കളേഴ്സ് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. പിന്നെ കീബോർഡിൻ്റെ സെറ്റിങ്സ്, നമ്മൾ നേരത്തെ കണ്ട കീബോർഡിൻ്റെ സെറ്റിങ്സ്. ഇത്രയും കാര്യങ്ങളാണ് കീബോർഡിൽ നമുക്ക് കാണുന്നത്. പിന്നെ ഇതിൽ എക്സ്ട്രാ ഫീച്ചേഴ്സ് എന്ന് പറയാൻ പ്രത്യേകിച്ചൊന്നും വേറെ ഒന്നും കാണുന്നില്ല. നമുക്ക് ഡിഫറൻസ് ഫോണ്ട് തന്നെ ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിലുള്ള ഒരു ഫീച്ചേഴ്സ്. കീബോർഡിലേക്ക് തിരിച്ചു വരാം. ഈ ഗ്ലോബ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ കീബോർഡിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യാം. പഴയ കീബോർഡിലേക്ക് തിരിച്ചു പോയി. വീണ്ടും ഗ്ലോബ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കീബോർഡ് ഏതാണോ ആ കീബോർഡിലേക്ക് ചേഞ്ച് ചെയ്യാം. നമ്മൾ ഫാൻസി ഫോണ്ട് കീബോർഡിലേക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. ഇവിടുന്ന് ഫോണ്ട് സെലക്ട് ചെയ്യുക, ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. ഇനി വാട്സപ്പ് എന്നല്ല, ഏത് ആപ്ലിക്കേഷനിലാണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ഫോണ്ട് ടൈപ്പ് ചെയ്തിട്ട്
എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറെൻറ്റ് ഫോണിൽ വേറെ ആപ്ലിക്കേഷനിലൊക്കെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് സേവ് ചെയ്യാൻ പറ്റും. ഹലോ സുഖമാണോ ഉണ്ടല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ.